ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു കാറ്റഗറിയിലൊരു വാഹനം എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് വണ്ടി എടുക്കുന്ന കാര്യത്തിലല്ല, ഏത് വണ്ടി എടുക്കണം എന്നുള്ള കാര്യത്തിലാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പൊതുവേ ഒരു കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സ്വിഫ്റ്റ് അല്ലെങ്കിൽ ബലേനോ അല്ലെങ്കിൽ ആ കാറ്റഗറിയിലെ വേറെ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ നോക്കുന്ന സമയത്തുള്ളൊരു ബുദ്ധിമുട്ട്, എല്ലാ ഫീച്ചറുകളും നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള ചില പൊടിക്കൈകളൊക്കെ നടത്തുന്നതിൽ തെറ്റില്ല കേട്ടോ. അത്രയും പ്രൈസ് കൊടുത്തിട്ട് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ആ കസ്റ്റമർക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവണം. ബ്ലാക്ക് കളർ ഒരു ട്രെൻഡായി മാറുന്ന സമയത്ത് ആ ഒരു കളറ് ബലനലും കൂടി കൊണ്ടുവന്നതിൽ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമസ്കാരം, വിജിത്ത് ഫ്രം കാസർഗോഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ വ്യൂസിനും സ്വാഗതം. 2024 മോഡൽ ബ്ലാക്ക് ബലനോ, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം യൂസ് ആവും. എത്ര ഡൗൺ പേയ്മെൻറ്റ്, ഇതിൻ്റെ മൈലേജ്, പെർഫോമൻസ്, ഫീച്ചേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ സ്വിഫ്റ്റ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നോക്കിക്കോ, നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകേണ്ട നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്ന് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്ക് ചെയ്തോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇടാം. 2024 മോഡൽ ബ്ലാക്ക് എഡിഷൻ ബലേനോ, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൽഫയാണ് വേരിയൻറ്റ് വരുന്നത്, ഫുൾ ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു വാഹനം എത്ര പ്രൈസിൽ നമുക്ക് ഇറക്കാൻ പറ്റും, ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ്, EMI, മൈലേജ്, ഫീച്ചേഴ്സ്, പെർഫോമൻസ് ഒക്കെ വെച്ചുകൊണ്ടുള്ളൊരു റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒട്ടും തെറ്റ് പറയാനില്ലാത്ത രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ നല്ല രീതിയിൽ ചേരുന്നുണ്ട്. അടിപൊളിയാണ് ഇതിൻ്റെ ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ക്രോം ഐറ്റംസ് ഒക്കെ നമ്മൾ ഫുള്ളി ബ്ലാക്ക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നത്. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പാണ് വരുന്നത്. തൊട്ട് താഴത്ത് കാണുന്ന ഈ ഒരു 3 എലമെൻ്റാണ് ഇതിൻ്റെ LED DRL കേട്ടോ. ഈ കാണുന്ന ക്രിസ്റ്റൽ കട്ട് ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ LED DRL വരുന്നത്. തൊട്ട് താഴത്തായിട്ട് ബമ്പറിൽ LED ഫോഗ് ലാമ്പും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാണുന്ന ബമ്പറിലെ സ്കിപ്പ് ലൈറ്റ് നമ്മൾ രണ്ടാമത് അഡീഷണലി ചെയ്തതാണ്. ഇതിൻ്റെ ആ ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ വരുന്നത് ഫുള്ള് മാറ്റ് പോളിഷിലാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു ലോഗോ ഒക്കെ നമ്മൾ ഫുള്ളി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഈ സ്കിപ്പ് ലൈറ്റ് രണ്ടാമത് ചെയ്താണ്. ഈ ഒരു ലോഗോൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് കേട്ടോ അതിൻ്റെ ആ ഒരു 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന പോർഷനിലാണ് ക്യാമറ ഉള്ളത്. പിന്നെ ഫുള്ളി ബ്ലാക്കാണ് ഇതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ. ലുക്കിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ മറ്റുള്ള കളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി ഒരു മാസീവ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്, പെട്ടെന്ന് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ആ ഒരു ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ 2024 വന്നതിലോടുകൂടി ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കാണാനുണ്ട്. ഇനി വീൽ സൈസ് നോക്കുകയാണെങ്കിൽ 16 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയിയാണ് കേട്ടോ ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. ടോപ്പ് എൻഡ് മോഡലിലാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത്. ഇനി സൈഡ് മിററിലേക്ക് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും പറ്റുന്നൊരു മിററാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സൈഡ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ അതിലാണ് വരുന്നുള്ളത്. ഒരു 360 ഡിഗ്രി ക്യാമറേൻ്റെ ഒരു പോർഷൻ കൂടി കാണാനുണ്ട്. ഗ്ലോസി ബ്ലാക്കിലാണ് അത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ മെയിനായിട്ട് കാണുന്ന കാര്യം എന്ന് പറയുന്നത്. മറ്റുള്ള മോഡലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പ്രീമിയം ലുക്ക് തരുന്നത് ഒന്ന് ആ ഒരു ഡോർ ഹാൻഡിലിൻ്റെ ക്രോമും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡ് വിൻഡോ ഫ്രെയിം കിറ്റും കൂടി ആഡ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ. ആ ഒരു ക്രോമിൻ്റെ എലമെൻ്റാണ് ശരിക്കും നമുക്ക് ഈ ഒരു ഗ്ലോസി ബ്ലാക്കിൽ ഒരു പ്രീമിയം ലുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ക്രോമിൻ്റെ എലമെൻ്റെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലേ കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്യണം കേട്ടോ. ഇതൊന്നും പുറത്തുനിന്ന് ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ ഒരുപാട് കാലങ്ങൾ നിൽക്കേണ്ട സാധനങ്ങളാണ്. ഇനി റിയർ സൈഡിലേക്ക് നോക്കുമ്പോൾ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ടെയിൽ ലാമ്പ് യൂണിറ്റ് തന്നെയാണ്. നല്ലൊരു മാസീവായിട്ടുള്ളൊരു ടെയിൽ ലാമ്പാണ് കേട്ടോ കൊടുത്തില്ല. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള ആ ഒരു DRLൻ്റെ ആ ഒരു പോർഷനൊക്കെ ഉണ്ടല്ലോ, അത് ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റിലും ആഡ് ചെയ്യാൻ വേണ്ടി കമ്പനി മറന്നിട്ടില്ല. കണ്ട ആ ഒരു 3 എലമെൻ്റ് ഇതിൻ്റെ അകത്തും വരുന്നുണ്ട്. ഓൾഡ് മോഡലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ചെറിയ പീസ് ആ ഒരു ഡിക്കിലേക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റിയർ ഗ്ലാസ്സിൽ നോക്കുമ്പോൾ ഡീഫോഗർ ലൈൻസ് കാണാനുണ്ട്. അതേപോലെ തന്നെ ബാക്ക് വൈപ്പറും അതേപോലെ വാഷറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്പോയിലർ കട്ടിങ് കൂടി ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. പിന്നെ ടോപ്പിൽ നോക്കുമ്പോൾ നമുക്കൊരു ആൻറ്റിനെയും കൂടി അതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബലേനോൻ്റെ എക്സ്റ്റീരിയർ സൈഡിൽ നോക്കുന്ന സമയത്ത് മെയിനായിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ബാക്ക് ഡിക്കിയിലൊന്നും ഇപ്പോൾ ഒരുപാട് ബാഡ്ജിങ് കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു ബലേനോ എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ സെൻട്രലായിട്ട് നമ്മളെ മാരുതീൻ്റെ ഒരു ലോഗോയും കൂടി കൊടുത്തിട്ടുണ്ട്. ആ ലോഗോക്ക് തൊട്ട് മുകളിലാണ് കേട്ടോ ആ ഒരു ക്യാമറേൻ്റെ പോർഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ സെൻസർ ബാക്ക് ബമ്പറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സ്കിപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബലേനോൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 170 mm ആണ് കേട്ടോ ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം റഫ്യൂസ് ചെയ്യാമെന്നേ പറയുന്നില്ല. പ്രത്യേകിച്ചും ബലേനോ ഉപയോഗിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം, പെട്ടെന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഹമ്പോ അല്ലെങ്കിൽ കുറച്ച് റഫായിട്ടുള്ള റോഡിലോ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിൽ ഉണ്ടാവാറുണ്ട്. 3990 mm ആണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുള്ളത്. 2520 mm വീൽ ബേസും കൊടുത്തിട്ടുണ്ട്.
ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് കേട്ടോ. ഇത് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ ബ്ലാക്ക് അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ലൈനും കാര്യങ്ങളൊക്കെ കണ്ട, ഇതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ 24 വന്നിട്ടുണ്ട്. നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അതിൽ കാണാനുണ്ട്. ഇനി ഇൻറ്റീരിയർ സൈഡും കൂടി ഒന്ന് ജസ്റ്റ് കാണിക്കാട്ടോ. ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. ഡോർ പാഡ് ആ ഒരു ഡുവൽ ടോൺ കോംബോലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലൂ ബ്ലാക്ക് എന്നുള്ള ആ ഒരു ഫിനിഷിലാണ്. ഇൻറ്റീരിയറിൽ ആ ഒരു പ്രീമിയം ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലൊക്കെ ഗ്ലോസി ബ്ലാക്കിൻ്റെ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ വിൻഡോൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നില്ല. ലോക്ക് അൺലോക്ക് ചെയ്യാനുള്ള ബട്ടൺ, ഇലക്ട്രിക്കലി മിറർ അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഒരു ബട്ടൺ, തൊട്ട് താഴത്തായിട്ടൊരു ബോട്ടിൽ സ്റ്റോറേജ് സ്പേസും സ്പീക്കറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ സൈഡ് നോക്കുന്ന സമയത്ത് മാസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മാസാണ്. അതേപോലെ തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരുന്നതുകൊണ്ട് അതിൻ്റെ ബട്ടണാണ് ഈ കാണുന്നത് HUD എന്നുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ്. ഏത് സൈഡിലേക്കാണോ മാറേണ്ടത് അതിനുള്ള ബട്ടണാണ് കാണുന്നത്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചാണ് ആ കാണുന്നുള്ളത്. 360 ഡിഗ്രി ക്യാമറേൻ്റെ ഹെഡ് ലാമ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അതിൻ്റെയൊക്കെ ബട്ടണാണ് ഈ കാണുന്നത്. അതേപോലെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണാണ് ആ കണ്ടത്. പിന്നെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് വീലിലൊക്കെ ചെറിയൊരു സിൽവറിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ചെറിയ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. സൈഡ് എയർ ബാഗ് വരുന്നത് കൊണ്ട് തന്നെ സീറ്റ് കവറൊക്കെ നമ്മൾ കമ്പനി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി റിയർ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് പവർ വിൻഡോ, അതേപോലെ തന്നെ ഡുവൽ ടോൺ എന്നുള്ള ആ ഒരു കോംബോ, പിന്നെ താഴെ ഒരു ബോട്ടിൽ സ്റ്റോറേജ് സ്പേസ്, നല്ലൊരു സ്പീക്കറും കൂടി ആ ഒരു ഡോർ പാഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് അതിനേക്കാൾ സ്പേസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ പൊതുവേ ഇരിക്കുന്ന സമയത്തിൽ ഇപ്പോൾ സീറ്റ് ഫുള്ള് പുറകിലോട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതിൽ കാലിപ്പോൾ ചെറുതായിട്ട് മുട്ടുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് കണ്ടോ ഇത്രയും സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ റിയർ AC വെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 ചാർജിങ് പോർട്ട് താഴത്ത് കാണാനുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തൈ സപ്പോർട്ടും കിട്ടുന്നുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ വലിയ കുഴപ്പമില്ല, നമുക്ക് പുറത്തേക്കുള്ള ഒരു വിസിബിലിറ്റിയും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതാണ് കേട്ടോ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. കുറച്ചൊരു പ്രീമിയം ലുക്കില്ലേ, അത് എടുത്ത് പറയേണ്ട ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ലുക്കെല്ലാം കേട്ടോ. അപ്പോൾ ബലേനോ അതേപോലെ സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് ബൂട്ട് സ്പേസും കൂടി ഒന്ന് നോക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബൂട്ട് വരുന്നത്. 318 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട് കേട്ടോ ബലേനോയിൽ. അതേപോലെ തന്നെ ട്രങ്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. സീറ്റ് 60-40 ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് തന്നെ ബലേനോൻ്റെ ഡിക്കിൽ കൊടുത്തിട്ടുണ്ട്. പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് പ്രൈസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ടൈറ്റായിട്ട് പിടിക്കുന്നത്. അതേപോലെ ഇൻറ്റീരിയർ ഞാനൊന്ന് ഇരുന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ. ഒരു D ഷേപ്പിലാണ് അതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ഉള്ളത്. പിന്നെ സ്റ്റിച്ചിങ് ആ ഒരു സിൽവറിൻ്റെ ഫിനിഷ്. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. ഇപ്പോൾ ഫ്രോൺസുമായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി അല്ല കേട്ടോ ഇതിൽ. പക്ഷേ ഇൻറ്റീരിയർ സൈഡിലൊക്കെ നോക്കുന്ന സമയത്ത് രണ്ടും ഒരേപോലെ തന്നെയാണ് ഉണ്ടാവുക. സെൻട്രലായിട്ടൊരു മാരുതിൻ്റെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തൊരു എയർ ബാഗ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫിനിഷൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നില്ല. വോളിയം കൂട്ടാനും മ്യൂസിക് സെലക്ട് ചെയ്യാനൊക്കെ, ഇത് കോൾ എടുക്കാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ ഉള്ള ബട്ടണാണ്. ഇത് ക്രോയിസ് കൺട്രോളിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള ബട്ടണാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളെ സ്പീഡോമീറ്റർ ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ അനലോഗിലും ഡിജിറ്റലും ആ ഒരു ക്ലസ്റ്റർ വരുന്നുണ്ട്. 9 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ സിസ്റ്റത്തിൽ പറയാനുണ്ട്. തൊട്ട് താഴത്തേക്ക് കൂടിയിട്ട് ആ ഒരു സിൽവറിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഒരു പ്രീമിയം ഫീല് നമുക്ക് അകത്തിരിക്കുന്ന സമയത്ത് തരുന്നുണ്ട്. അത് ആ ഒരു AC വെൻറ്റിന് ചുറ്റുമായിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് അസാഡിൻ്റെ ബട്ടണാണ് ഈ കാണുന്നത്. തൊട്ട് താഴെയായിട്ട് ഓട്ടോമാറ്റിക് AC ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ആ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നുള്ളത്. അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ്. പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് താഴെ കാണാനുണ്ട്. USB കണക്ട് ചെയ്യാനുള്ളൊരു പോർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൂടി അവിടെ കാണാനുണ്ട്. ഇതാണ് ഗിയർ ലിവർ വരുന്നത്, ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ. പിന്നെ അതേപോലെ ഇവിടെ നല്ലൊരു സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ളൊരു ഹാൻഡ് റെസ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് കൈയൊക്കെ നല്ല ഫ്രീ ആയിട്ട് വെക്കാം. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി റൂഫ് ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നല്ലൊരു റീഡിംഗ് ലൈറ്റും അതേപോലെ തന്നെ നമുക്ക് വോയിസ് ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ളൊരു മൈക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഡിം ഓവർവ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളത്. റൂഫ് ടോപ്പിലും കൂടി ഒരു റീഡിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്തേത്തെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്കൊന്ന് വണ്ടി ഓൺ ചെയ്തിട്ട് അതിൻ്റെ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാനുണ്ട്. പുഷ്പട്ടം വരുന്നത് കൊണ്ട് തന്നെ ക്ലച്ചും ബ്രേക്കും പ്രസ് ചെയ്ത് പിടിക്കാണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടാവില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ഇതാണ് ഇപ്പോൾ നമ്മൾ ആ ഒരു മീറ്ററിൽ കാണിക്കുന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ ചാവി സെറ്റ് വരുന്നത്. ഇത് മാത്രം എനിക്കൊരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത്ര ഒരു പ്രീമിയം ഫീലില്ല. ഇനി നമുക്കൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം. ഇതാണ് ഇതിൻ്റെ ആ ഒരു സ്പീഡോമീറ്റർ ക്ലസ്റ്ററൊക്കെ വരുന്നത്. അതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ അടിപൊളിയാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറയാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഇതാണ് ഇതിൻ്റെ ആ ഒരു സ്പീഡോമീറ്റർ ക്ലസ്റ്റർ.
ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്കിഷ്ടം സ്വിഫ്റ്റാണ് കേട്ടോ. നിങ്ങളിഷ്ടം എങ്ങനെയാണെന്നതിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അതൊരു മാസ് ലുക്കാണ് അതിൻ്റെ ആ ഒരു സ്പീഡോമീറ്റർ ക്ലസ്റ്റർ പറയുന്നത്. ഇതിൻ്റെ സെൻട്രലായിട്ട് ചെറിയൊരു ഡിജിറ്റലിൻ്റെ പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. 9 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് കൊടുത്തിരിക്കുന്നത്. 360 ഡിഗ്രി ക്യാമറയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, അത് ഉള്ളിൽ ഇരുന്ന് കേൾക്കായിരുന്നു കേട്ടോ. അത്ര സൂപ്പറാണ് സൗണ്ട് ക്വാളിറ്റി എല്ലാം. അതിൽ 360 ഡിഗ്രി ക്യാമറ എല്ലാം വരുന്നുണ്ട്. അതും കൂടി ജസ്റ്റ് ഞാനൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു ചെറിയ ബട്ടൺ ഉണ്ട്, അതൊന്ന് നല്ല പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡിസ്പ്ലേയിൽ കാണും. ക്യാമറയിൽ ക്വാളിറ്റി കുറയാതിരിക്കാൻ വേണ്ടി കുറച്ച് ബ്രൈറ്റ്നസ് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ളൊരു സ്റ്റീരിയോ തന്നെയാണ്. അതേപോലെ തന്നെ ഇതാണ് അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഏത് പൊസിഷനിൽ വേണമെങ്കിൽ വെച്ചിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. മുകളിൽ നിന്ന് വേണമെങ്കിൽ മുകളിൽ നിന്ന് കാണാം. സൈഡത്തെ ക്യാമറ മാത്രമായിട്ട് ഓപ്പൺ ചെയ്യാം, ഫ്രണ്ട് ക്യാമറ മാത്രമായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നുള്ളത്. ഇതൊക്കെ ഇതിലൊരു സംഭവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നല്ല പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വേണ്ടതാണ്. ഇനി നമുക്കൊന്ന് നല്ല റിവേഴ്സ് ഗിയറും കൂടി ഇട്ടിട്ട് നോക്കാമല്ലോ എങ്ങനെയുണ്ട് ക്യാമറ ക്വാളിറ്റി എന്നുള്ളത്. ഇതാണ് ക്യാമറ വരുന്നത്. ഗൈഡ് ലൈന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും സംഭവം സൂപ്പറാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ സപ്പോർട്ട് ആവുന്നുണ്ട് കേട്ടോ. നല്ല വലിയ സൈസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാനൊരു സുഖമുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കേട്ടത് റേഡിയോ വെച്ചിട്ടാകുമ്പോൾ സൗണ്ടാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ആ ഒരു ഓട്ടോമാറ്റിക് AC ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ആ ഒരു ഡിസ്പ്ലേ. കൂടാണ്ട് ഒരു ഡിസ്പ്ലേയും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് നല്ല പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയും കൂടി ഓപ്പൺ ആവും. ഇതൊക്കെ ഈ ഒരു വാഹനത്തിലും കൊണ്ടുവന്നത് എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരന് ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്യാനും അറിയാനൊക്കെ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല കേട്ടോ. ഡിസ്പ്ലേ എനിക്ക് തോന്നുന്നു ഇവിടെ ആയതുകൊണ്ട് കാണുന്നില്ല അല്ലേ. ജസ്റ്റ് അതിൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആരെങ്കിലും വണ്ടിയിൽ കയറുന്ന സമയത്തൊന്ന് കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും. ചെറിയൊരു പ്രൊജക്ടർ സിസ്റ്റമാണ് കേട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ബലാനോൻ്റെ ഇൻറ്റീരിയർ സൈഡിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യം പറയാൻ വേണ്ടി പോകുന്നത്. എത്ര ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ഈ ഒരു വാഹനം റോഡിലിറക്കാൻ വേണ്ടി പറ്റും? 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ട് നമുക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എത്ര EMI വരും? ആ ഒരു LED DRലും കൂടി ഞാനൊന്ന് ഓണാക്കിയിട്ട് കാണിക്കട്ടോ. ഓട്ടോ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പാണ് കേട്ടോ ഇതിൽ വരുന്നുള്ളത്. 1.5 ലക്ഷം രൂപ നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ മന്ത്ലി എത്ര EMI വരും? 7 വർഷത്തേക്ക് നിങ്ങൾ ലോൺ ചെയ്യുകയാണെങ്കിൽ 15,500 രൂപ മന്ത്ലി EMI വരും കേട്ടോ. ഇതൊന്നും വേറെ ബ്ലോഗർമാരൊന്നും പറഞ്ഞു തരുന്നില്ല കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചോട്ടാ. ഇനി നമുക്ക് ഈ വണ്ടിയുടെ വില എത്രയാണെന്നില്ല അറിയണ്ടേ, അതും കൂടി നമുക്ക് നോക്കാനുണ്ട് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും എൻ്റെ മനസ്സിൽ സ്വിഫ്റ്റാണ് കേട്ടോ. അതൊരു വേറെ ലെവൽ സാധനമാണ്. പക്ഷേ ഈ ഒരു വണ്ടി കുറച്ചും കൂടി ഒരു ലക്ഷറി അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫീൽ നമുക്കിതിൽ കിട്ടും. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ, എൻജിൻ റൂമിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് എത്തി നോക്കാം. 1200 cc ആണ് കേട്ടോ ഇതിൻ്റെ എൻജിൻ വരുന്നത്. 4 സിലിണ്ടർ എൻജിനാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസും പവറുള്ളൊരു എൻജിനാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. 88 bhp പവർ, 113 Nm ടോർക്ക്, അതും K സീരീസ്. നല്ല പെർഫോമൻസുള്ളൊരു എൻജിനാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബോഡി ഒന്നും ഒരു സ്ട്രോങ് ഇല്ല എന്നൊക്കെ ആരൊക്കെയോ പറയുന്നത് പോലെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കാം കേട്ടോ. സൂപ്പർ സ്റ്റിയറിങ് കേട്ടോ. ടേണിങ് റേഡിയസിൻ്റെ കാര്യത്തിലെല്ലാം ഉണ്ടല്ലോ പുലിയാണ്. 4.8 ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒടിച്ച് പിടിക്കുകയുണ്ട്, സാധനം ഒടിഞ്ഞ് വന്നു. വളരെ സ്മൂത്താണ്. ഒരുപാട് എഫേർട്ടും കാര്യങ്ങളൊന്നും എടുക്കണ്ട കേട്ടോ. 4 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ നല്ല ബൂസ്റ്റിംഗ് ഉണ്ട് എൻജിന്. നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തി? ബോഡി സ്ട്രോങ് ഇല്ല എന്നുള്ളത്. ബോഡി സ്ട്രോങ് കുറച്ച് കുറവായതുകൊണ്ടാണ് കേട്ടോ നമുക്കിന് മൈലേജ് കിട്ടുന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ബോഡിയിൽ മാത്രമേ സ്ട്രോങ് കുറവുള്ളൂ. ഇതിൻ്റെ പില്ലർ അതേപോലെ തന്നെ ചേസും കാര്യങ്ങളൊക്കെ മരണമാസ സാധനമാണ് കേട്ടോ. ബലാനൊന്നും അങ്ങനെ ആക്സിഡൻ്റ് ആയിട്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്കിങ്ങനെ ഈ ഡെത്ത് കാര്യങ്ങളൊന്നും സംഭവിച്ചായിട്ട് വേണ്ടി അങ്ങനെ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാറില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് വണ്ടിക്ക് അടിവന്ന ഉള്ളിലേക്ക് വരുന്ന ഇത് കുറച്ച് കുറവായിരിക്കും. എന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല എന്നല്ല, പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെറും പപ്പടായിട്ട് കാണരുത് വണ്ടീനെ. പിന്നെ അതിനുള്ളൊരു ഉത്തരം എന്ന് പറയുന്നത് 22 കിലോമീറ്റർ മൈലേജ് നോർമലി കിട്ടും. ഹൈവേയിലാണെങ്കിൽ 24 കിലോമീറ്ററോളം മൈലേജ് കിട്ടും. അതിന് മുകളിലൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ആരും കൊണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. എക്സ്ചേഞ്ച് ഓഫർ, അതേപോലെ തന്നെ എംപ്ലോയീസിനുള്ള സ്കീമും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബലാനൊക്കെ ചെയ്യുന്നുണ്ട്. ക്യാമറ ഒന്ന് ഡിസ്പ്ലേയിലേക്ക് മാറ്റോടാ. ഇനിയിപ്പോൾ നല്ല സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ അതിൻ്റെ താഴെ വെച്ചിട്ട് നമുക്ക് ഫിനാൻസ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാഞ്ഞങ്ങാടും കാസർഗോഡും നോക്കുന്ന ടീമിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം കേട്ടോ. അവരെ നിങ്ങൾക്ക് ധൈര്യത്തിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും.
പിന്നെ ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല ഡ്രൈവിംഗ് കംഫർട്ടാണ്, നല്ല പവറായിട്ടുള്ളൊരു എഞ്ചിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, നല്ല മൈലേജ് ഉണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്യാൻ ലോങ് ഡ്രൈവൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതിലൊന്നും ഒരു തെറ്റും പറയാനില്ല, സൂപ്പറാണ്. ഒരു കോമ്പാക്റ്റ് എസ് യുവിൻ്റെ ഒരു പ്രൈസ് ഇതിന് വന്നു എന്നുള്ളത് മാത്രമേ ഇപ്പോൾ എനിക്കൊരു കുറവായിട്ട് തോന്നുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നതിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബലാന ഡ്രൈവ് ചെയ്യാൻ നല്ല ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആൽഫ വേരിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 9,39,000 രൂപ എക്സ്ഷോറൂം പ്രൈസാണ്. റോഡ് ടാക്സ് ഇൻഷുറൻസും കയറുന്ന സമയത്ത് 10,89 ഓൺ റോഡ് പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ 2024 മോഡൽ ബലാനൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം ഒന്ന് കമൻറ്റായിട്ട് തരിക. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് പറഞ്ഞിട്ട് ബോറാക്കുന്നില്ല. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.